ഹായ്, എല്ലാവർക്കും നമസ്കാരം. സവാരിയോട് വീൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ പുറകിലിരിക്കുന്ന ആള് അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി ചാടി കയറും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോബി. ഇപ്പം ഇവൻ എൻ്റെ കൂടെ വന്നിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 വയസ്സായി, 3 വർഷമായി. ചെറിയ കുഞ്ഞു കുട്ടീനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നിപ്പം ഇങ്ങനെ വണ്ടിയുടെ അത്രയും വലിയ വലിപ്പത്തിലായി. ഭയങ്കര ഇഷ്ടം ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ടോബി ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ ഒരു ഹായ് പറഞ്ഞു. അതാ ഇവന്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ശരിക്കും ഈ വീഡിയോ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഏകദേശം 77,000 കിലോമീറ്റർ കവർ ചെയ്തു. അപ്പോൾ 77,000 കിലോമീറ്റർ ആയപ്പോൾ എന്താണ് നമ്മുടെ ഈ ഒരു ക്യുഡിൻ്റെ ഒരു റിവ്യൂ, യൂസർ റിവ്യൂ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഇന്ന് വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ആ കൂട്ടത്തിൽ പിന്നെ ഇവനും കൂടെ എൻ്റെ കൂട്ടത്തിൽ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിലവിൽ ഞാൻ ഈ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഇപ്പോൾ ഏകദേശം 77,000 കിലോമീറ്ററോളം ഈ വണ്ടി ഓടി. ഒരുപാട് വണ്ടി ഓടിയിട്ടുണ്ട്. ഇതിന് മൈലേജ് വന്നിട്ട് എനിക്ക് മൈലേജ് കിട്ടുന്നത് ഏതാണ്ട് 18.5 കിട്ടുക. കമ്പനി 22 പറയുന്നുണ്ട്, പക്ഷേ 21, 22 കിട്ടുന്നുണ്ട്. അത് ഹൈവേയിൽ മാത്രം. നമ്മളൊരു RPM ഒരു 2000 RPM ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്കിതിന് ഏകദേശം 20, 21, 22 കിലോമീറ്റർ മൈലേജൊക്കെ കിട്ടുന്നുണ്ട്. മറ്റേ വളരെ ഇപ്പോൾ ഇത് 1 ലിറ്റർ എഞ്ചിനാണ്. അപ്പോൾ ഇതിന് വളരെ സുഖമാണ് ഹൈവേയിലൊക്കെ ഓടിക്കാനും, വണ്ടി ഓടിച്ച് മുന്നോട്ട് ഓവർടേക്ക് ചെയ്യാനും വണ്ടി കയറ്റാനൊക്കെ ആയിട്ട് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഭയങ്കര ഫാസ്റ്റായിട്ട് വണ്ടി നമുക്ക് കയറ്റാൻ പറ്റുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് വണ്ടി ശരിക്കും എൻ്റെ ഒരു റണ്ണിങ് ഓഫീസ് പോലെയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ഈ വണ്ടിയിൽ തന്നെയാണ് ട്രാവലിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസ് വർക്ക് കാര്യത്തിനാണെങ്കിലും ഒക്കെ ഞാൻ ഈ വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ദൂരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർണാടകയിലൊക്കെ ആയിട്ട് വണ്ടി കൊണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതിനായിട്ട് ഒരു ചെറിയ വണ്ടിയാണെന്നോ അല്ല അങ്ങനത്തെ ഒന്നും എനിക്ക് ഫീൽ തോന്നിയിട്ടില്ല. നല്ല വണ്ടിയാണ്. നമുക്കൊരു ഒഫീഷ്യൽ പർപ്പസിനോ അല്ലെങ്കിൽ ഇപ്പം ഇനി ഒരു ഫാമിലി യൂസിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വണ്ടിയും, അതുകൂടെ അതിൻ്റെ പെർഫോമൻസ് നല്ലതാണ്. വണ്ടി നല്ല എത്ര ലോങ് ഓടിയാലും നമുക്ക് യാതൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സുഖമുള്ളൊരു വണ്ടിയാണിത്. പിന്നെ ഞാൻ ഈ വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിതിനെ മനസ്സിലാക്കിയെടുത്തോളം വളരെ നമുക്ക് എന്താ പറയുക യൂസ്ഫുള്ളാണ്. കാരണം മൈലേജ്, അത്യാവശ്യം മൈലേജ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമുക്ക് റൈഡിങ് കംഫർട്ട് അത്യാവശ്യം നല്ലതാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നെക്സോൺ യൂസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി നന്നായിട്ട് അതിൻ്റെ അത്രയും സീറ്റിംഗ് കംഫർട്ടോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്ന പോലെ ഇങ്ങനെ ഒരു ബക്കറ്റ് സീറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക രസമുണ്ട്, ഒരു സ്പോർട്ടി ഫീൽ ഉണ്ട് ഈ വണ്ടിയിൽ. വണ്ടി ഓടിക്കാനാണെങ്കിൽ ഒരു ഇനീഷ്യലിൽ ചെറിയൊരു പുള്ളിങ് കുറവ് ഉണ്ട്. ഒരു ഫസ്റ്റ് ഗിയറിന് ചെറിയൊരു പുള്ളിങ് കുറവ് മീൻസ് ഇനീഷ്യൽ ട്രാൻസിഷൻ ഒരു ചെറിയൊരു ഇതുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക വളരെ സ്മൂത്ത് റണ്ണാണ് ഈ വണ്ടി കൊണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇന്ന് വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ എറണാകുളത്തൊക്കെ പോയി എറണാകുളത്ത് തിരിച്ച് വണ്ടി ഓടിച്ച് വരണമെന്ന് കരുതിയാലും ക്ഷീണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ഒരു താല്പര്യം പോലെയാണ്. അപ്പോൾ എനിക്കിത് അങ്ങനെ നോക്കുമ്പോൾ എനിക്കിത് മൈലേജ് വൈസ് ആണെങ്കിലും മറ്റ് നമുക്ക് യൂസ് ചെയ്യാനാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഈ വണ്ടി. ഇപ്പോൾ ഒന്ന് കിടക്കണം തോന്നിയാലും സീറ്റൊന്ന് പുറകിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം നീണ്ടു നിവർന്ന് കിടക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. അത്യാവശ്യം ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുറകു സീറ്റിലും വേണമെങ്കിൽ ഒന്ന് കിടക്കാം. അപ്പോൾ ഞാനിതിന് ഇൻ ഫ്യൂച്ചർ ചിലപ്പം ഇനി എല്ലാം നമ്മുടെ ആഗ്രഹം പോലൊക്കെ നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പൊക്കെ ഈ വണ്ടിയിൽ തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയാൽ ഇത് നല്ലതാണ്. കാരണം ഇതിന് ബാക്കിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ഒരു സെറ്റപ്പ് ആക്കാൻ പറ്റും. ഒരാൾക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ 2 പേർക്ക് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും. അതിന് നമുക്ക് ഇവനെ ഇറക്കി വിടാം. ബാ കൂട്ടിക്കയർ അവിടെയല്ല. ആഹാ കൊള്ളാലോ. അമ്മേ ഇത് കണ്ടോ, ഇറങ്ങടാ ഇങ്ങോട്ട്, ഇറങ്ങി ദാമ്മ വിളിക്കുന്നു ചെല്ലി. കൂട്ടിക്കയർ. യെസ് ഓടി.
അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ചെറിയൊരു തട്ടുമുട്ടലിനൊക്കെ ശേഷം പണിയൊക്കെ എടുത്ത് ഇറക്കിയതാണ്. ഇത് വണ്ടിയാണ് 2022 ജൂൺ. അപ്പം ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളാണ്. 1 ലിറ്റർ എഞ്ചിനാണെങ്കിൽ കൂടി ഈ വണ്ടി വളരെ യൂസ്ഫുള്ളാണ്, വളരെ നല്ല വണ്ടിയാണ്. ഇതിൻ്റെ ബാക്കിൽ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഒരു LED